ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിലമ്പൂരിലെ ഏറ്റവും ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും അതിസാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏതൊരറ്റം വരെ പോകാൻ കഴിയുമെങ്കിൽ ആ ഒരറ്റം വരെ പോകണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. 8 മാസം 9 മാസം കാലം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കൂടെ നിന്നാൽ, സഹായിച്ചാൽ നിലമ്പൂരിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. അതിന് ഗവൺമെൻറ് കൂടെ നിൽക്കും എന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തന്നെ നിങ്ങൾക്കറിയാം, ഇന്നലെയും നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ബില്ലി എന്ന് പറയുന്ന ആദിവാസി ഒരു മധ്യവയസ്കൻ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. മാത്രമല്ല അത് ആ ബോഡി ഒന്ന്, ആ മൃതദേഹം ഒന്ന് ഇക്കരയ്ക്ക് കൊണ്ടുവരാൻ വരെ സാധിച്ചില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ദാരുണമായൊരു അന്ത്യമുണ്ടായിട്ട് രാവിലെ 3:30 മണിക്ക് ആ ബോഡി കണ്ടെത്തിയിട്ട് ആ ബോഡി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരാൻ സാധിച്ചില്ല. അത്രമാത്രം ദുഷ്കരമായ അവസ്ഥയാണ്. എന്നിട്ട് ആ ബോഡി എത്തുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അത്രമാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ആ കുടുംബം, അല്ലെങ്കിൽ ആ 200 ചില്ലാനം കുടുംബങ്ങൾ, 300ഓളം കുടുംബങ്ങൾ. അതിനൊരു പരിഹാരം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈക്കോടതിയിൽ പോയതൊക്കെ. ഹൈക്കോടതിയിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഫയൽ ചെയ്തിട്ടാണ് അവിടെയുള്ള പാലത്തിൻ്റെ നിർമ്മാണമൊക്കെ തുടങ്ങിയത്. എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നിലമ്പൂരിൽ, അതിന് വളരെ വേഗത്തിൽ ഒരു പരിഹാരം കാണണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ള ദൗത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇടതുപക്ഷ ഗവൺമെൻറ് അതിന് സഹായിക്കും, സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ തീർച്ചയായും നിലമ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അതിന് കാണുന്ന അധികാരികളെയൊക്കെ കാണണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ കണ്ട് നിലമ്പൂരിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അത് വളരെ വേഗത്തിൽ പരിഹാരം കാണണമെന്ന് അവരോട് അപേക്ഷിക്കാനും ആവശ്യപ്പെടാനും ഒക്കെ തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സഹകരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ക്രെഡിറ്റിനെ ചൊല്ലി ചിലർ ക്യാപ്റ്റൻ വിളികളും മേജർ വിളികളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഗുണം ചെയ്യും. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. ഇന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം, കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂർ അനുഭവിക്കുന്ന അവഗണന, ഇതിനെതിരെയുള്ളൊരു വലിയ വിധിയെഴുത്ത് കൂടിയാണ്. അതിലെ മുഴുവൻ ക്രെഡിറ്റും ജനങ്ങൾക്കാണ്. മാത്രമല്ല, നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ UDF നേതാക്കന്മാർക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. എല്ലാ UDF നേതാക്കന്മാരും, അത് UDF നേതാക്കന്മാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുള്ളത്. അതിൽ ഞാൻ പറയും, KC വേണുഗോപാൽ അതിനൊക്കെ മുഖ്യ കാർമ്മികനെ പോലെ നേതൃത്വം നൽകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, അതേപോലെ തന്നെ അടൂർ പ്രകാശ്, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, പിന്നെ നമ്മുടെ മുൻ KPCC പ്രസിഡന്റുമാർ, മുസ്ലിം ലീഗിൻ്റെ സാദിഖ് അലി തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, NK പ്രേമചന്ദ്രൻ, ഷിബു ബേബി ജോൺ, ഫ്രാൻസിസ് ജോർജ്, കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ MLA മാർ, നേതാക്കന്മാർ, രാഷ്ട്രീയ ജനതാദളിൻ്റെ നേതാക്കന്മാർ, അതേപോലെ തന്നെ യുവജന വിഭാഗത്തിലെ നമ്മുടെ ഷാഫി പറമ്പിൽ, PC വിഷ്ണുനാഥ്, അതുപോലെ PK ഫിറോസ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ ജബി മേത്തറും, അതേപോലെ വനിതാ ലീഗിൻ്റെ പിന്നെ സുഹ്റാം അമ്പാടും അടക്കമുള്ള ഒരു വലിയ നേതൃനിര. അതുപോലെ തന്നെ ഇലക്ഷൻ മുഴുവൻ മലപ്പുറം ജില്ലയിൽ നേരത്തെ തന്നെ നിയന്ത്രിച്ചു പോകുന്നത്, അതിനെ ചുക്കാൻ പിടിച്ച് പോകുന്ന ശ്രീ AP അനിൽകുമാറും ശ്രീ VS ജോയിയും, അങ്ങനെയുള്ള എല്ലാവരുടെയും വളരെ കൂട്ടായ ഒരു നേതൃത്വം. മുൻ KPCC പ്രസിഡന്റുമാർ VM സുധീരൻ, അതേപോലെ K മുരളീധരൻ,
മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സുധാകരൻ, എല്ലാവരും, MM ഹസൻ, ബെന്നി ബഹനാൻ, KC ജോസഫ് ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കൂട്ടായ നേതൃനിര, പിന്നെ കോൺഗ്രസിൻ്റെ MLA മാർ, എൻ്റെ കൂടെയുള്ള ഞങ്ങൾ ഒരുമിച്ചുള്ള KPCCയുടെ ഭാരവാഹികൾ, DCC പ്രസിഡന്റുമാർ, മുൻ MP മാർ, മുൻ MLA മാർ, എല്ലാവരുടെയും കൂട്ടമായ ഒരു നേതൃത്വത്തിൻ്റെ ഫലം കൂടിയാണ് നേതൃത്വം നൽകിയത്. ഇത് പൂർണ്ണമായും UDF-ന് ഉണ്ടാക്കിയ വിജയത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ളത് ഈ കൂട്ടമായ നേതൃത്വമാണ്. യുവ MLA-മാരടക്കം അഭിപ്രായപ്പെടുന്നുണ്ട് ക്രെഡിറ്റ് ജനങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാർട്ടിക്ക് അണികൾക്കത്ര രസിക്കില്ല എന്ന് അവർ തുറന്നു പറയുകയാണ്. ഞാൻ കണ്ടിട്ടില്ല. അത്തരം വാർത്തകളൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും ഒരു കാര്യം, ഇതിൻ്റെ മുഴുവൻ നേതാക്കന്മാരുടെയും UDF-ൻ്റെ മുഴുവൻ നേതാക്കന്മാരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. അത് എന്താ പറയുക, താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് അത് നൽകിയൊരു വലിയ ആവേശമുണ്ട്. ഇവരുടെ സാന്നിധ്യം, ഇവരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ, ഇവരുടെ കൃത്യമായ എന്താ പറയുക വിലയിരുത്തലുകൾ, അതനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെയുള്ള പ്രതിവിധികൾ, വലിയ ആവേശമാണ് നിലമ്പൂരിലുണ്ടായത്. ആ ആവേശം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കാലത്തും പ്രവർത്തകരുടെ മാത്രമല്ല, ഈ കഴിഞ്ഞ 2 ടേമായി നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നിലമ്പൂരിലെ പ്രവർത്തകർ നടത്തിയ ഒരു വലിയ പ്രയത്നം, അതിൻ്റെയും കൂടി ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു കാര്യമുള്ളത്, നിലമ്പൂരിൻ്റെ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആര്യാടൻ മുഹമ്മദ് പോലും 6000 വോട്ടിനൊക്കെ ജയിച്ച ചരിത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ഭൂരിപക്ഷമാണ് 11,077 എന്ന് പറയുന്നത്. പിന്നെ അൻവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രസ്താവനകൾ വരുന്നത് ആ വിജയത്തിൻ്റെ മാറ്റ് കുറച്ച് കാണിക്കുന്ന തരത്തിലേക്ക് പോവില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ തീരുമാനിക്കേണ്ടത് UDF-ൻ്റെ നേതൃത്വമാണ്, കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്. അത് UDF നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്കറിയാം, അൻവർ ഇപ്പോൾ വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് പല പരാമർശങ്ങളും നടത്തി. എന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ദിവസം തന്നെ അദ്ദേഹം പരാമർശങ്ങളൊക്കെ നടത്തി. ആ പരാമർശങ്ങൾക്കൊക്കെ ജനങ്ങൾ അതിന് മറുപടി കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ടൊരു മറുപടി പറയേണ്ട പ്രശ്നമില്ല. എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അദ്ദേഹം നടത്തിയ പരാമർശം നിങ്ങൾക്കറിയാം, അതിന് ജനങ്ങൾ മറുപടി കൊടുത്തു. അതുകൊണ്ട് ഞാൻ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അൻവറിനെ UDF-ൽ എടുക്കുന്നുണ്ടോ എടുക്കുന്നില്ലേ, ഇപ്പോൾ എടുക്കാൻ കഴിയുമോ എന്നൊന്നും തീരുമാനിക്കേണ്ടത് ഞാനല്ല. എന്നോട് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും. UDF-ൻ്റെ നേതൃത്വം വളരെ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടായിരിക്കും ആ കാര്യങ്ങൾ തീരുമാനമെടുക്കുക. അതിൽ UDF നേതൃത്വത്തിന് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവില്ല എന്നതാണ് എനിക്കത് തീർച്ചയാണ്, യാതൊരു സംശയമില്ല. ചോദ്യം മറ്റൊന്നാണ്, അതായത് അൻവറിൻ്റെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ മികച്ചൊരു ഭൂരിപക്ഷം കിട്ടുമായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കൾ പറയുന്നത് വലിയൊരു വിജയത്തിൻ്റെ മാറ്റ് കുറയ്ക്കുന്നതല്ലേ എന്നുള്ളത്. അങ്ങനെ പറയേണ്ടതുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ അത് എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ഒരു തീരുമാനം UDF നേതൃത്വം എടുക്കും, അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു തീരുമാനമെടുക്കുന്നത് വരെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് സ്വാഭാവികമാണ്. ആ അഭിപ്രായങ്ങൾ അത് കൃത്യമായ ഒരു തീരുമാനമായി വരുന്നത് അത് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടായിരിക്കും, അതിൽ യാതൊരു സംശയം. അല്ല, എനിക്കങ്ങനെ ഒരു ജയത്തിൻ്റെ മാറ്റ് കുറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരുടെയും വിജയമാണ്. പിന്നെ എല്ലാ കൂട്ടായ നേതൃത്വത്തിൻ്റെ വിജയമാണ് UDF-ൻ്റെ. ആ വിജയത്തെ മാറ്റി കുറയ്ക്കാൻ ഒരാളോ മറ്റൊരാളോ ശ്രമിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അൻവറിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അത് UDF കൂട്ടമായ എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ടായിരിക്കും അത് തീരുമാനമെടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾ കണ്ടതല്ലേ. 2011 എൻ്റെ പിതാവ് ജയിച്ചത് ഡീലിമിറ്റേഷന് ശേഷമുള്ള നിലമ്പൂരിൻ്റെ വലിയ പ്രത്യേകത, നിലമ്പൂരിൽ UDF-ന് ഏറ്റവും ലീഡ് തരുന്ന 2 പഞ്ചായത്ത് ഉണ്ടായിരുന്നു.
ഒന്ന് കാളികാവ്, ഒന്ന് ചോക്കാട്. സ്ഥിരമായി 4000 വോട്ട് ലീഡ് തരുന്ന 2 പഞ്ചായത്തുകൾ. ആ 2 പഞ്ചായത്തുകളും ഡീലിമിറ്റേഷൻ ശേഷം പോയി. പിന്നെ ഒരു 1500-2000 സ്ഥിരമായി ലീഡ് തരുന്ന പഞ്ചായത്താണ് ചാലിയാർ. ആ പഞ്ചായത്ത് ഏറനാടിലേക്കും പോയി. ബാക്കിയുള്ളതൊന്നും തിരിച്ചു വന്നില്ല. ഒരു പഞ്ചായത്ത് ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. 3 UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ 2000 ഡീലിമിറ്റേഷനിൽ UDFിൻ്റെ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ നിന്ന് മാറി മറ്റു മണ്ഡലത്തിലേക്ക് പോയി. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് 2011. ആ 2011 തെരഞ്ഞെടുപ്പിൽ 5000 ചില്ലാനം വോട്ടിനാണ് എൻ്റെ പിതാവ് ജയിച്ചത്. ആ മണ്ഡലത്തിലാണ് ഈ 11,000 ചില്ലാനം വോട്ടിന് ജയിക്കുന്നത്. അത് ഒരു ഭരണകൂടം അപ്പുറത്ത് ഇറങ്ങി നിന്ന് സകല മന്ത്രിമാരും അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, തലേദിവസം കൊണ്ട് കിറ്റ് കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, തലേദിവസം വീട് കയറി കുറേ വാഗ്ദാനങ്ങൾ കൊടുക്കുക, സ്ഥിരമായ ആളുകൾക്ക് ജോലി കൊടുക്കുമെന്ന് പറയും. പല വാഗ്ദാനങ്ങളും എന്തൊക്കെ ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തിട്ടും 6000-ൽ നിന്ന് 2000 ഡീലിമിറ്റേഷന് ശേഷമുള്ള 6000-ൽ നിന്ന് 11,000-ലേക്ക് ലീഡ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും. UDFിൻ്റെ ശക്തി കേന്ദ്രം UDF ഒരു വലിയ ശക്തിയായി, കൂടുതൽ ശക്തിയായി മാറിയിരിക്കുന്നു എന്നതാണ് നമ്മളതിൽ കാണുന്നത്. ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. 2011-ൽ അൻവർ ഫാക്ടർ ഇല്ലാത്തൊരു കാലത്ത് 6000 വോട്ടിന് ജയിച്ചുവെങ്കിൽ, 6000-ഓളം വോട്ടിന് ജയിച്ചുവെങ്കിൽ ഇപ്പോൾ അതേ മണ്ഡലം 11,000 ചില്ലാനം വോട്ടിന് തിരിച്ചു പിടിച്ചെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടർ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. നമ്മൾ അങ്ങനെയല്ലല്ലോ പറയാൻ പറ്റുക. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. UDF അത് ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഞാനുണ്ടാവും 100%. അത് ഏറ്റവും കൂടുതൽ അതിസാധാരണക്കാരൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനുണ്ടാവും.